ലാലി റോസ് ചാനലിൻ്റെ കൂട്ടുകാരെ, ഒരു നല്ല കോളർ കുർത്തി, ചൈനീസ് കോളർ തയ്ച്ച് കാണിക്കാൻ വലിയ ആഗ്രഹം തോന്നി വന്നിരിക്കുകയാണ്. പക്ഷേ ആദ്യമായി കട്ടിങ് വീഡിയോ ഇല്ലാതെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുക. അതിൻ്റെയൊക്കെ പിന്നിലെ കഥ പിന്നെ പറയാവേ. ഇതിപ്പോൾ എന്നാ ചെയ്യുന്നു വെച്ചാൽ, ഫ്രണ്ട് പീസ് ഒരു 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഓപ്പണാണ്. ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് മടക്കി അടിക്കാൻ വേണ്ടി 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ 1.5 ഇഞ്ചിനകത്തേക്ക് ലൈനിങ് തുണിയാണ് വെക്കുന്നത്. നിങ്ങൾ കണ്ടോ, ലൈനിങ് തുണി ഫുൾ മടക്കി വെക്കത്തില്ല. പക്ഷേ പകരം ആ 1.5 ഇഞ്ചിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് നിൽക്കത്തക്ക രീതിയിൽ ലൈനിങ് തുണിയെ നിർത്തിക്കൊണ്ടാണ് തയ്ക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫുൾ ലൈനിങ് തുണി കൊടുത്താൽ കണ്ടമാനം കട്ടിയായി പോകും. അപ്പോൾ അത്രയും കട്ടി വേണ്ട, എന്നാൽ കട്ടി വേണം താനും, അങ്ങനെ തയ്ക്കുന്നത്. ഇതെന്തിനാണ് നിങ്ങളെ കാണിക്കുന്നത് ചോദിച്ചാൽ, ഇങ്ങനെ ലൈനിങ് തുണിയൊക്കെ ആണെന്ന് നമ്മുടെ നല്ല തുണി ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇവിടെ ചുളുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചുളുക്കം ഉണ്ടാകുന്ന കാണുമ്പോഴേ പ്രഷർ ഫുഡ് പൊക്കി ആ ചുളുക്കം കുറച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ അങ്ങ് താഴെ വരുമ്പോഴത്തേനും കണ്ടമാനം പൊളഞ്ഞു നിൽക്കും, പൊളഞ്ഞു നിൽക്കും, ഒന്നിനും കൊള്ളത്തില്ല, അത് നിൽക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നോക്കി ഈ ചുവട് ഏറ്റവും എൻഡിൽ ആദ്യമേ തന്നെ ഒന്ന് മടക്കി പിടിച്ച് വേണം തയ്ച്ച് വരാനായിട്ട്. ഇനി രണ്ടാമത്തെ പീസിൽ തയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കുക, കണ്ടോ ലൈനിങ് തുണി എങ്ങനെ വെക്കുന്ന നോക്കി. ആ മടക്കി വെക്കാനുള്ള കണ്ടോ, 1/2 ഇഞ്ച് മടക്കി അടുത്ത 1 ഇഞ്ച് അകത്തോട്ട് മടക്കുന്നിടം വരെ ലൈനിങ് തുണി വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാമല്ലോ. എന്നിട്ട് ഞാൻ തയ്ച്ചു പോരുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് സ്റ്റിഫ്നെസ് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആണേ 2 പീസ് തയ്ച്ചെടുത്തേക്കുക. കാണിക്കാവേ. തയ്ച്ച് കഴിഞ്ഞ് നോക്കിക്കേ, കണ്ടോ നല്ലതായിട്ട് കിട്ടിയില്ലേ. ലൈനിങ് വെക്കുമ്പം ആ തുണിക്കൊരു പെർഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തതേ. എങ്ങനെയുണ്ട് നോക്കി, നല്ല സ്റ്റിഫായിട്ട് കിട്ടി. ഇനി ഇതിന് പകരം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇനി ഇങ്ങനെ ലൈനിങ് തുണി വെച്ച് മടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ലൈനിങ് തുണി വേണ്ട തുണിയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ക്യാൻവാസിൻ്റെ പീസ് എടുത്തിട്ട് കറക്റ്റ് 1 ഇഞ്ച് കട്ട് ചെയ്ത് ഇതിൻ്റെ തുടക്കത്തിൽ തേച്ച് പിടിപ്പിക്കാം 1 ഇഞ്ച്. എന്നിട്ട് അങ്ങ് മടക്കിയാൽ മതി. അപ്പോഴും നല്ല കട്ടി കിട്ടും. ഞാൻ ബാക്ക് പീസും ഫ്രണ്ട് പീസും അതേണ്ട ഒന്നിച്ച് ചേർത്തു. നിങ്ങൾ കണ്ടല്ലോ ഞാൻ എങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്തേക്കുന്നത്. ഉള്ളിൽ ഷോൾഡർ ഒളിപ്പിച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് വൃത്തിയായിട്ടിരിക്കും. അപ്പം വൃത്തിയുള്ള ഒരു ചുരിദാർ നിങ്ങളുടെ മക്കൾക്കോ പിള്ളേർക്കോ തയ്ക്കാൻ വേണ്ടി, പിള്ളേർ റെഡിയായിട്ട് മുന്നോട്ട് വന്നു. ഇത് കണ്ട് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഫ്രണ്ട് ഓപ്പൺ ചെയ്ത അവിടെ ഒരു പിൻ വെച്ച് കുത്തി വെച്ച് ബാക്കി ഷോൾഡർ ടു ഷോൾഡർ ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അളവെടുത്ത് നോക്കാം. എത്ര ഇഞ്ചുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇഞ്ച് നോക്കുന്നത് ഇങ്ങനെയാണ് നോക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല പ്രൊഫഷണൽ തയ്യൽക്കാരൊക്കെ ഇത് ഇങ്ങനെയാണ് ഇഞ്ച് നോക്കുന്നത്. അങ്ങനെ വേണം നോക്കാൻ. അങ്ങനെ നോക്കി നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും എടുക്കാം. 9 ഇഞ്ച്, കറക്റ്റ് 9 ഇഞ്ചുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ആ 9 ഇഞ്ചാണ് നമുക്ക് ക്യാൻവാസിൽ അളവെടുക്കേണ്ടത് കേട്ടോ, ആകെയുള്ളത്. അപ്പോൾ ഇരട്ടി എത്ര വരും? 9 9 18. ആ 18 ഇഞ്ച് എടുക്കാൻ വേണ്ടി ക്യാൻവാസിൻ്റെ ഒരു പീസ് പേപ്പർ ഇങ്ങനെ എടുക്കട്ടെ, നീളത്തിലെടുത്തിട്ട് നേരെ മടക്കി. ഇതൊരു എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഒരു 4 ഇഞ്ച് 4.5 ഇഞ്ച് വീതിയും ഒരു 10-11 ഇഞ്ച്, ഒരു 11 ഇഞ്ച് ലെങ്തും 4.5 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് പേപ്പർ മടക്കി എടുക്കണേ, മറക്കല്ലേ. അതിൽ നമുക്കൊരു 4 ഇഞ്ച് വരെ ഒരു സ്ട്രെയിറ്റ് വര വരയ്ക്കാം. ഒരു 4 3.5 മതി. നമ്മുടെ ഷോൾഡർ നമ്മൾ 3.25 ഷോൾഡർ എടുത്തേക്കത്തെ, അതനുസരിച്ച് ഞാൻ 3.5 വരെ ഒരു പോയിന്റ് കൊടുത്തു. അവിടെ ഇനി നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ഇങ്ങനെ വെക്കാതെ നേരെ വേണേലും നമുക്ക് ടേപ്പ് വെച്ച് ചെയ്യാം. ഇതാ നിങ്ങളെ തുടക്കക്കാർക്ക് എളുപ്പം ഇതായതുകൊണ്ട് ഇങ്ങനെ വീണ്ടും കാണിക്കണേ. കറക്റ്റ് ഒട്ടും കൂടുതലെടുക്കാതെ എവിടെ തുടങ്ങിയേക്കുന്നത് കണ്ടല്ലോ. അവിടെ നമ്മുടെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് ഈ കഴുത്ത് പോകുന്ന പോലെ കണ്ടമാനം മുന്നോട്ടും നീക്കണ്ട, വലിച്ചു താഴോട്ടും താക്കരുത്. ഇങ്ങനെ ഏതാണ്ട് ഇങ്ങനെയല്ലേ ഷേപ്പ് വരുന്നത്, ആ ഷേപ്പിൽ അടയാളപ്പെടുത്തി. കണ്ടോ, ആ ഷേപ്പിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് 9 നമ്മൾ എടുത്തേക്കെന്ന് ഓർക്കണം. ആ 9ൻ്റെ അവിടുന്ന് ഒരു വരയില്ലേ നമ്മുടെ ടേപ്പിലെ ഇഞ്ചിനകത്തെ ഒരു വര എന്ന് പറഞ്ഞാൽ, അത് 4 ഇഞ്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു വര. ആ ഒരു വരയും കൂടെ ഞാൻ കൂടുതൽ എടുക്കുവേ, ഒറ്റ പോയിന്റ് അത്രയും വേണം. നമുക്ക് അത്ര എടുക്കുമ്പോഴാണ് കറക്റ്റ് ആകുന്നത്. എന്നിട്ട് ഞാൻ ആ ഷേപ്പിൽ തന്നെ വരച്ചെടുത്തു. ഇനി നമ്മൾ എടുക്കുന്ന വീതി 1 ഇഞ്ചാണ്. അത് നിങ്ങൾക്ക് 3/4 ഇഞ്ചാക്കി വേണമെങ്കിലും എടുക്കാം. 1 ഇഞ്ച് ആവറേജാണ്, തീരെ വലിയ കൂടുതലുമല്ല, വൃത്തികേടൊന്നുമില്ല. 1 ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. പക്ഷേ ആ 1 ഇഞ്ച് കറക്റ്റ് ആയിരിക്കണം. എല്ലായിടത്തും 1 ഇഞ്ച് തന്നെ എടുക്കാൻ ശ്രമിക്കണേ. എൻഡ് വരെ നമ്മൾ 1 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ഈ പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിക്കാം.
നമുക്ക് ആ ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ 1.5 കൂടുതൽ എടുത്തിട്ടുണ്ടത്, അതും ഇതും കൂടെ സ്കെയിലിന് കൂട്ടി യോജിപ്പിച്ച് ഒരു ഷേപ്പ് നമുക്ക് തന്നെ അങ്ങ് കൊടുക്കാം. കണ്ടോ ഷേപ്പ് കൊടുത്തേക്കുന്നേ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ ഷേപ്പാണ് ഏറ്റവും കാണാൻ ഭംഗി. എന്നിട്ട് നമുക്ക് സത്യത്തിൽ ഇപ്പോഴല്ല പിൻ കുത്തേണ്ടത്, നേരത്തെ പിൻ കുത്തേണ്ടതായിരുന്നു, എടുത്തു വെച്ചതാണ്, മറന്നുപോയി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. കണ്ടോ, മറന്നു പോയെങ്കിലും പിൻ കുത്തിയിട്ടേ കട്ട് ചെയ്യാവേ. കട്ട് ചെയ്ത് ഇല്ല എങ്കിൽ മാറിപ്പോവും, മാറി അതിൻ്റെ അളവൊക്കെ മാറിപ്പോവും. നമ്മൾ കട്ട് ചെയ്തെടുക്കുക കറക്റ്റ് ഷേപ്പിലൂടെ. കണ്ടല്ലോ, ഇത് കറക്റ്റ് ആയിരിക്കണേ. ഇപ്പം ഞാൻ ഈ വെട്ടുന്ന ഭാഗം കറക്റ്റ് ആയാലേ നമ്മുടെ കോളറിൻ്റെ അവിടെ വരുമ്പോൾ നല്ല ഷേപ്പ് കിട്ടത്തുള്ളൂ. അങ്ങനെ കറക്റ്റ് എടുത്തു. ജസ്റ്റ് ഒന്ന് തുറന്നൊന്ന് കാണിക്കുക അതിൻ്റെ ആകൃതി. കണ്ടോ, ഈ ഷേപ്പിലാണ് വരുന്നത്. ഇനി നമുക്ക് ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ എടുത്തിരിക്കുന്ന നെക്ക് വിഡ്ത്ത് 3.25, ഇറക്കം 3.5. അപ്പോഴാണ് ഈ തുടക്കത്തിൽ നിങ്ങളെ ഞാൻ ആ ഫോട്ടോ കാണിച്ചേക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് പിള്ളേർ സെറ്റിനൊക്കെ കിട്ടുന്നത്. എനിക്കത് ഇഷ്ടമില്ല, എനിക്കിഷ്ടമില്ലെന്നല്ല, എനിക്ക് വൃത്തികേട, എനിക്ക് അങ്ങനെ തോന്നുന്നേ. ഞാൻ ഇച്ചിരി കൂടുതലെടുക്കും. പിള്ളേർക്കൊക്കെ നല്ലത് ഇതാണ്, നല്ല ഭംഗിയാണ് കണ്ടാൽ. എന്നിട്ട് നമ്മുടെ മിച്ചമുള്ള തുണിയിൽ ഞാൻ ഇങ്ങനെ എടുത്തു. ഞാൻ എങ്ങനെ എടുത്തേക്കുന്നത് കണ്ടോ, നീളത്തിലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ലൈൻ താഴേക്ക് പോകുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വരകൾ ബാക്കിൽ നേരെ എതിരായിട്ട് നിൽക്കും. പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കണം, 2 എൻഡിലും ആവശ്യത്തിന് തുണി ഉണ്ടോ നോക്കണം. തുണി എന്ന് പറഞ്ഞാൽ അച്ചം പുച്ചം വെച്ച് വെട്ടരുതേ. ആ എൻഡ് ഭാഗത്ത് ആവശ്യത്തിന് തുണി വേണം, ഒത്തിരിയല്ല, ഒരു 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 1 സെൻറ്റിമീറ്ററൊക്കെ മാക്സിമം. എന്നിട്ട് ഞാൻ ആ പശയുള്ള ഭാഗം തുണിയുടെ മോശം വശത്തോട്ട് വെച്ചിട്ട് അയൺ ചെയ്തെടുത്തു. എന്നിട്ട് ഞാനൊരു 1/2 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തങ്ങ് എടുക്കുക. കണ്ടല്ലോ, മനസ്സിലായല്ലോ. തുണിയുടെ മോശം വശത്തേക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം വെച്ച് അയൺ ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഒരു പീസ് കൂടെ വേണം, ഇതേ അളവിൽ ഒരു പീസ് തുണിയും കൂടെ വേണം. അത് നമുക്കുണ്ട് തുണി ഇഷ്ടം പോലെ. ഞാൻ സ്ലീവ് എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ തുണിയുണ്ട്. സ്ലീവ് എടുത്താലും തുണി ഉണ്ടാകും കേട്ടോ. എന്നിട്ട് ഞാനതിനെ ഇതിലോട്ട് കയറ്റി വെക്കുക. ഞാൻ ഒരിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഇതിൻ്റെ ആ എൻഡിൽ നിൽക്കുന്ന ഭാഗമില്ലേ, അത് ഞാൻ അയൺ വെച്ച് തേച്ചങ്ങ് പിടിപ്പിച്ചു. ഞാൻ ചുമ്മാ നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ചേർത്ത് കണ്ടല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് ഗ്യാപ്പ്, ബാക്കി വശത്ത് പുറത്തോട്ട് നിൽക്കുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. 1/2 ഇഞ്ച് ഇടാൻ മറക്കല്ല കേട്ടോ, 1/2 ഇഞ്ച് വേണം നമുക്ക് തയ്ക്കാനായിട്ട്, തീർത്ത് കുറഞ്ഞു പോകരുത്. നമുക്കിനിയും കണ്ടല്ലോ നിങ്ങൾ, കണ്ടോ, ഞാൻ ഈ പീസിൻ്റെ പുറകോട്ട് നിൽക്കുന്ന ആദ്യത്തേതിൻ്റെ ഔട്ടറിൽ നിൽക്കുന്ന ഭാഗമില്ലേ 1/2 ഇഞ്ച് വെട്ടിയത്, അതിനെ ഞാൻ അയൺ ബോക്സ് വെച്ച് അതിലോട്ട് തേച്ചങ്ങ് പിടിപ്പിച്ചു. കണ്ടോ, തേച്ച് പിടിപ്പിച്ച് ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല, അത്രേ മനസ്സിലായി. തേച്ച് പിടിപ്പിച്ച് സത്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ തേച്ചതേ ഉള്ളൂ. പക്ഷേ അതങ്ങ് പറ്റി പിടിച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, സ്വല്പം നിങ്ങൾക്ക് പശ തേച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചാലും കുറ്റമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഈ രണ്ടാമതെടുത്ത പീസിൻ്റെ നല്ല വശത്തോട്ട് ഈ ആദ്യത്തെ പീസ് വെച്ചിട്ട് ആ കേർവ് വളച്ച് നമ്മളെടുത്ത ഭാഗം തൊട്ട് തയ്ക്കുക. ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ, വളരെ ശ്രദ്ധിച്ച് 1-2 കാണി വെച്ച് അടിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, സ്പീഡിലടിച്ചാൽ ആ ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ മെഷീനിൽ ഇലക്ട്രിക്കൽ മെഷീനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ആ ഭാഗം സ്പീഡിൽ തയ്ച്ചാൽ ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് നിർത്തി നിങ്ങൾ തയ്ക്കണം കേട്ടോ. തയ്ച്ച് വന്ന് ഈ വളവേൽ വരുമ്പോഴും അത് കറക്റ്റ് ശ്രദ്ധിക്കണം. ഒരിക്കലും ക്യാൻവാസിൽ കയറിക്കൊള്ളുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി അകലോട്ട് മാറിയും പോകല്ലേ. അങ്ങനെ കണ്ടോ, അഥവാ ഒന്ന് കയറുന്ന ലക്ഷണം കണ്ടാൽ പ്രഷർ ഫൂട്ടൊന്ന് ഉയർത്തിയിട്ട് ശരിക്ക് തയ്ച്ച് ഇങ്ങെടുക്കണം. ഇവിടെ തുണി ഉണ്ടാവണം, നമുക്ക് എക്സ്ട്രാ തുണി വേണം. നമ്മൾ ചിലപ്പം തുണി തികയാഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വളരെ തുച്ഛമായ തുണി എടുത്ത് തയ്ച്ചാൽ ഇവിടെ നമുക്ക് തുണി കാണുകയില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോളർ അടിക്കുന്ന സമയത്ത് നമുക്ക് വൃത്തിയായിട്ടിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ അടിക്കുക, കാരണം ഇടയ്ക്ക് ഇച്ചിരി ഒരു വൃത്തിയില്ലാതെ കയറിപ്പോയി. തന്നെയല്ല, എൻ്റെ നൂലിൻ്റെ കാണിയില്ലേ, അടിക്കാണി ലൂസായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ അടിക്കുന്നത്. അല്ല, 2 അടിക്കേണ്ട, ഒറ്റ അടിപ്പ് അടിച്ചാൽ മതി കേട്ടോ. അടിക്കാണി ലൂസ് വന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് അടിക്കുന്നതേ ഉള്ളൂ. 2 അടിപ്പിൻ്റെ ആവശ്യമില്ലേ. കണ്ടോ, അവിടെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കി നിർത്തി ഞാൻ ചെയ്യുന്നത് കണ്ടോ.
ഞാൻ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണിച്ചിരിക. അല്ല നിങ്ങൾ ഓർക്കും വളരെ സ്പീഡിൽ ഞാൻ ആക്കി വിട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതങ്ങ് ഭയങ്കര എളുപ്പമാണെന്ന് തോന്നും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നിവർത്തിട്ടിട്ട് ആ ബാക്കി എക്സ്ട്രാ നിൽക്കുന്നത് അകത്തു നിന്നുള്ളത് ഒരു 1/2 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾ അറിയാവുന്നവർ കാണണ്ട, സ്കിപ്പ് ചെയ്ത് വിട്ടേരെ. ആരെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് ഓർത്തുകൊണ്ടാണ് വീണ്ടും ഞാൻ ചൈനീസ് കോളറിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ട് വന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്തെല്ലാം ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഒരിക്കലും കട്ട് നമ്മുടെ തയ്യൽ ചെന്ന് കൊള്ളരുതേ, ക്യാൻവാസിലും മുട്ടരുത്. ഈ വളവ് ഭാഗമൊക്കെ വരുമ്പം 1-2 എക്സ്ട്രാ ആയിട്ട് കൊടുത്തരും. ഇനി നമുക്കതിനെ നേരെ തിരിച്ചെടുക്കാം. കണ്ടോ, നേരെ തിരിച്ചെടുക്കുമ്പോൾ നല്ല സന്തോഷമാണ്. നല്ലതായിട്ട് ഒത്തെങ്കിലുണ്ടല്ലോ നല്ല ഷേപ്പിന് ഇനി കിട്ടും. കണ്ടോ എങ്ങനെയുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? നല്ലതായിട്ട് നമുക്ക് കോളർ വന്നില്ലേ? ഈ കോളർ അങ്ങനെ വെച്ചാൽ പോരാ, നമ്മളെല്ലായിടവും അതിനെ മുക്കും മൂലയൊക്കെ നല്ല കൊള്ളിച്ചെടുത്ത് ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ആ അരിക് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. മൊത്ത ഭാഗം അങ്ങനെ ആ ഷേപ്പിലാക്കി എടുക്കണേ. കണ്ടോ നല്ലതായിട്ട് കിട്ടിയേ കണ്ടോ? നമുക്ക് എന്നിട്ട് ഞാൻ എന്നെ നടക്കുന്നറിയാവോ, ഞാൻ ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്യുവേ. അയൺ ചെയ്താലേ നല്ല വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പം നമുക്ക് തയ്ക്കുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഷേപ്പ് മാറാതൊക്കെ വൃത്തിയായിട്ടിരുന്നുള്ളൂ. അതിനെ ഞാൻ അയൺ ചെയ്യുന്നത്. അയൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കൊച്ചു പണിയുടെ ചെയ്യട്ടെ. കോളറിൻ്റെ അരിക് തമ്മിൽ ഒരുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ ആ മിഡ് പോയിൻ്റ് കറക്റ്റ് മധ്യഭാഗം നമുക്കൊന്ന് കാണാനായിട്ട് അവിടെ ഒന്നുകിൽ ഒരു ചോക്ക് വെച്ച് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുകയോ ചെയ്യണേ, തിരിച്ചറിയാൻ വേണ്ടി. നമുക്കത് ആവശ്യമുള്ളൊരു ഘടകമാണ്. കണ്ടോ? എന്നിട്ട് നമുക്കൊന്ന് തേച്ചിട്ടെടുക്കാം. തേച്ചെടുക്കണം. തേക്കുമ്പോഴും നമ്മൾ ആ ഞാൻ പറഞ്ഞ ഷേപ്പ് നിലനിർത്താനായിട്ട് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കണേ, എന്നിട്ടേ തേക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് തേച്ചെടുത്തത്? ഇങ്ങനെ തേക്കുമ്പോൾ മുമ്പ് ഞാൻ തേപ്പ് പൊട്ടി വെച്ച് ആ ക്യാൻവാസിൻ്റെ സൈഡിലേക്ക് തുണി തേച്ച് വെച്ചിരുന്നില്ലേ, അതങ്ങനെ ഇളകി പോകുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശരിയാക്കിയേക്കണേ. എന്നിട്ട് നമ്മൾ തയ്ക്കാൻ പോകുന്ന ഈ മിച്ചം കിടക്കുന്ന 1/2 ഇഞ്ച് പീസില്ലേ, അതിൻ്റെ അവിടെ നമുക്ക് ഈ ചോക്ക് കൊണ്ടൊരു വരയിടണം. അതെവിടെ വരയിട്ട് പോകുന്നത് നിങ്ങൾ നോക്കി, കറക്റ്റ് കോളറിൻ്റെ അതേ അളവിൽ. എന്നാൽ കോളറയിൽ മുട്ടുകയും ചെയ്യരുത്, അകത്തോട്ടും പോകരുത്, പുറത്തോട്ടും പോകരുത്. നമ്മുടെ ചുരിദാറിൻ്റെ ബാക്ക് പീസിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മളൊരു ഇതുപോലെ കട്ടിട്ടിട്ടുണ്ട്. ആ കട്ടും ഇതിൻ്റെ കട്ടും ഒരുപോലെ ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ അരികും ആ അരികും ഒന്നിച്ച് തയ്ച്ച് വരാൻ. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇത് കണ്ടോ, ഇതൊന്ന് പറഞ്ഞേക്കാം. അരിക് രണ്ടും എവിടെ തുണിയുടെ മോശം വശം, നമ്മുടെ ചുരിദാറിൻ്റെ മോശം വശത്തിൻ്റെ ഓപ്പണിംഗ് ഭാഗത്തിൻ്റെ അറ്റത്തുനിന്ന് ഈ നമ്മൾ തയ്ച്ചെടുത്ത നമ്മുടെ ക്യാൻവാസിൻ്റെ ആ എക്സ്ട്രാ നിൽക്കുന്ന പീസ് ഉണ്ടല്ലോ നമ്മൾ വരയിട്ട് വെച്ചേക്കുന്നത്, ആ പീസിൻ്റെ ആ വരയിട്ടത്രയും മാത്രം, അത് 1/2 ഇഞ്ചെങ്കിൽ 1/2 ഇഞ്ച്, 1/4 ഇഞ്ച്, അതും ഇതും ബാക്ക് പാർട്ടും ഒരുപോലെ എടുത്ത് നമ്മൾ തയ്ച്ച് വരണം. അത് കൂടിയും കുറഞ്ഞും വരല്ലേ. അത് കൂടിപ്പോയാൽ നമുക്ക് കോളർ മടക്കുമ്പം വൃത്തികേടായിട്ടിരിക്കും. അത് കറക്റ്റ് ആകാൻ വേണ്ടിയാണ് ഞാൻ മുമ്പ് വരയിട്ടത് കേട്ടോ. ഇനി ഇങ്ങനെ തയ്ക്കണം നിർബന്ധമില്ല. നടുക്ക് ഞാൻ മുമ്പ് പിൻ കുത്തി വെച്ചിട്ട് ഞാനൊന്ന് നോക്കിയായിരുന്നു മെഷർമെൻറ്റ് ശരിയാണെന്ന്. കറക്റ്റാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡിൽ തയ്ച്ചു വന്നത്. അല്ലെങ്കിൽ നടുക്കൂന്ന് നമുക്ക് ഇരുവശത്തോട്ടും തയ്ച്ചു പോകാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിനിടയ്ക്ക് കൊതുകിൻ്റെ കടിയുണ്ട്. എന്നിട്ട് കണ്ടോ, ഇടയ്ക്ക് നമ്മൾ തീരുന്നതിന് മുമ്പ് തന്നെ വെച്ച് നോക്കണം ഇത് കറക്റ്റാണെന്ന്. അത് നോക്കി കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ട് അവിടെ പിടിച്ചോണം. നമ്മൾ പിടിച്ചിട്ട് വേണം ബാക്കിയുള്ള സൈഡുകളെ ഒരുപോലെ ആക്കാൻ. കണ്ടോ, ഇപ്പം നമുക്കിത് വളരെ കറക്റ്റായിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. അരികൊക്കെ ഇപ്പം ഈ വന്ന അരികിന് ഒരു പ്രത്യേകത പറയട്ടെ, തുടക്കക്കാർക്ക് തെറ്റാൻ ചാൻസ്. നമ്മുടെ കോളറിൻ്റെ അറ്റമില്ലേ, കോളറിൻ്റെ അറ്റം ഈ നമ്മുടെ തയ്ക്കുന്ന പീസിനേക്കാൾ ഒരു പൊടിക്ക് വളരെ ഒരു പൊടിക്ക് മുമ്പോട്ട് നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു മടക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ വലിയ കട്ട് ചിന്തിക്കും, വലിയ അകത്തോട്ട് കയറത്തില്ലാത്ത പോലെ. ഇതിപ്പോൾ വളരെ ഷാർപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനത് നോക്കുകയെന്ന് വെച്ചാൽ തിരിച്ചു മടക്കുമ്പം കറക്റ്റായിട്ടാണോ വന്നെന്നറിയാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്?
അതൊന്നും അറിയാൻ വേണ്ടിയാണ് ഞാനത് അങ്ങനെ ഒന്നുകൂടെ മടക്കി നോക്കി. ഇനി എങ്ങനെ നടക്കണം നോക്കി. ഇങ്ങനെ കിട്ടും തയ്ച്ച് കഴിയുമ്പം നമ്മുടെ കൈ കൊണ്ട് ആ തയ്യലിനെ അകത്തോട്ടാക്കിയിട്ട് നമ്മൾ ഈ ക്യാൻവാസ് ചേർത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അടിച്ചു പോവുക. ഉണ്ടോ, 2 വശവും ഞാൻ ചുമ്മാ ഒന്ന് നോക്കുന്നു മാത്രമേ ഉള്ളൂ കറക്റ്റ് ആകുന്നുണ്ടോ. നമുക്ക് നമ്മുടെ കോളർ നന്നായാൽ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ആ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നല്ലതായിട്ട് ഇങ്ങനെ വരും. വളരെ കറക്റ്റായിട്ട് ഈ കോളർ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പകുതി സന്തോഷമാണ് തയ്ക്കാൻ. ബാക്കി കണ്ടോ, ആ മിച്ചം നിന്ന എക്സ്ട്രാ തയ്യൽ സാധനങ്ങളെല്ലാം അകത്തോട്ട് നമ്മുടെ കൈ കൊണ്ടോ അല്ലെ എന്തെങ്കിലും കത്രികയുടെ മൂല കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് അകത്തോട്ട് വെച്ചിട്ട് അവിടെ നമ്മൾ അടിച്ചു പോരുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടോ, ഒരു നൂല് പോലും പുറത്തോട്ട് വരാതെ എല്ലാത്തിനെയും അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കെട്ടിട്ട് തയ്ച്ചിങ്ങ് പോരാം. ഉണ്ടോ, അകത്തോട്ട് ആ തയ്യലുകളെല്ലാം അകത്തോട്ട് നിൽക്കും. വലുതാക്കി കാണിക്കാം. കണ്ടോ കോളർ വരുന്ന കണ്ടോ, നല്ല രീതിയിൽ. ബാക്ക് സൈഡിൽ കോളറിൻ്റെ വര കണ്ടോ നേരെ തിരിഞ്ഞ് വന്നേ. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ഫ്രണ്ടിൽ അങ്ങനെ വരത്തില്ല, കാരണം വളഞ്ഞ് വരുന്നതുകൊണ്ട് വീണ്ടും പഴയ പോലെ തന്നെ വരും. നമ്മളിങ്ങനെ അകത്താക്കി ആക്കി ആക്കി തയ്ച്ച് പോകുന്നു. ഒത്തിരി ഉണ്ടോ, ആ കോളറെ ഞാൻ തുണി തേച്ച് വെച്ചതേ ഉള്ളായിരുന്നു, ഒട്ടിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ കയറ്റി വെച്ചത്. നിങ്ങളൊരു സ്വല്പം പശ വെച്ചൊട്ടിക്കുവോ അല്ലെങ്കിൽ ഒന്ന് തയ്ച്ച് പിടിപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ശ്രമിച്ച് നോക്കണം ഈ പ്രാവശ്യം. ഈ ചുരിദാർ ഞാൻ എന്നും എന്നെപ്പോലെ പ്രായമുള്ളവരെന്ന് പറയും, പ്രായമുള്ളവർ തന്നെയല്ല, ചെറുപ്പക്കാരും പിള്ളേർ സെറ്റിനെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. കാരണം നിങ്ങളെപ്പോലെയുള്ള പിള്ളേർക്ക് വേണ്ടിയാണ് ഞാനിത് തയ്ച്ചേക്കുന്നത്. സ്ലീവ്ലെസ് ആണ്, ഫ്രണ്ട് ഓപ്പൺ ആണ്, സ്ലിറ്റുണ്ട്, അടിപൊളിയായിട്ടാണ് തയ്ച്ചേക്കുന്നത്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം നന്നായിട്ട് വരുമെന്ന്. കണ്ടോ, ഞാൻ പറഞ്ഞ കണ്ടോ, അവിടെ ആ തയ്യൽ ഒരു സ്വല്പം വെളിയിലോട്ട് നിൽക്കാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കയറ്റി വെച്ചത്. എന്നിട്ട് നമുക്ക് തയ്ച്ചു പോകാം. എൻ്റെ കണ്ടോ, അപ്പം നല്ല പെർഫെക്ഷനുള്ള നല്ല നമുക്ക് നമ്മൾ പുറത്തുനിന്നൊക്കെ തയ്ച്ച് കിട്ടത്തില്ലേ, നമ്മുടെ ഇതുപോലെ തയ്പ്പിക്കുന്നതല്ല, അല്ലാതെ ഓൾറെഡി കിട്ടുന്നത്, അങ്ങനെ ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഒന്നും ചെയ്യാനില്ല, അത്ര വൃത്തിയായി. കാണിക്കാവേ, കണ്ടോ, ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞേ. നമ്മുടെ കോളർ നല്ല ഒതുങ്ങിയ കോളർ, ബാക്ക് സൈഡ് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇതെടുത്തത്. അപ്പം തന്നെ നമുക്കറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ, നമ്മൾ സ്ലീവ്ലെസ് ആണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചതാണേലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കണം ഇതിൻ്റെ കണ്ടീഷൻ. സ്ലീവ്ലെസ് ആണെങ്കിലും ഞാൻ ഈ ഷോൾഡർ തീരെ കുറച്ചിട്ടില്ല കേട്ടോ. ഷോൾഡർ 7.5 തന്നെ കറക്റ്റ് എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒന്ന് നോക്കണം, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും എങ്ങനെയാണ് നിൽക്കുന്നത്, എന്തെങ്കിലും കളയാനുണ്ടോ നോക്കണം. പിന്നെ സ്ലീവ്ലെസ് ആകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, കൈക്കുഴി കണ്ടമാനം ഇറുകിയിരിക്കുന്ന വൃത്തികേടാണേ. അപ്പോൾ ഈ സ്വല്പം താഴേക്ക് ഇറങ്ങി നിൽക്കണം, ഒരു സ്വല്പം. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കൃത്യമായും നല്ല നല്ല ഷേപ്പിൽ കുഴിച്ചു വെട്ടിയില്ലെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. കണ്ടില്ലേ ഷേപ്പ് നിൽക്കുന്ന കണ്ടോ, അങ്ങനെ കിട്ടണം. അങ്ങനെ കിട്ടിയാലേ വൃത്തിയാകത്തുള്ളൂ. അടി ഒരു സ്വല്പം കൂടെ കളയുവാണ്. കണ്ടോ, ഈ ഷേപ്പിൽ കിട്ടണം. ഇനിയും നമ്മൾ ഈ സൈഡിൽ നമ്മുടെ ഷോൾഡറിൽ പിടിപ്പിക്കുന്ന ക്രോസ് പീസില്ലേ, ക്രോസ് പീസ് കറക്റ്റ് ക്രോസ് പീസ് ആയിരിക്കണം. ഒരുപോലെ അളന്നെടുത്ത് തയ്ക്കുകയും ചെയ്യണം. അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചാൽ, കാണുന്ന ഭാഗമാണ്. നമുക്ക് കൈ പിടിപ്പിച്ച് പോവുകയാണെങ്കിൽ അത്രയും അങ്ങനെ വരത്തില്ല. കാണുന്ന ഭാഗമായതുകൊണ്ട് നല്ല രീതിയിൽ വേണം പൈപ്പിംഗ് അല്ല ക്രോസ് പീസ് അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇനി 2 ഷോൾഡർ ഒരുപോലാണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യണം. ഞാൻ മിച്ചം നിൽക്കുന്ന തുണിയെ കൂട്ടി ഇതെടുത്തിട്ട് കണ്ടോ, ഞാൻ ഈ സ്കെയിൽ വെച്ചാൽ ക്രോസ് പീസ് എടുക്കുന്നത്, അല്ലേ ഞാൻ ക്രോസ് പീസ് സാധാരണ കട്ട് ചെയ്ത് വിടത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള നല്ല കഴുത്തേലും
സ്ലീവിലൊക്കെ പിടിപ്പിക്കേണ്ടി വരുമ്പം ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് തന്നെ എടുക്കും. അളന്നെടുത്തിട്ടാണ് ഞാൻ ചെയ്യത്തുള്ളൂ. 4 പീസ് എടുത്തിട്ടുണ്ട്, ധാരാളം മതി. ഇത് 2 പീസിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒന്നുകൊണ്ട് തികയത്തില്ലാത്തതുകൊണ്ട് ഞാൻ 4 എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്കൊരുപോലെ ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ തയ്ക്കുന്നൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തിട്ട് കൂട്ടി യോജിപ്പിക്കുന്നതും തയ്ക്കുന്നതും നെക്കിൽ പൈപ്പിങ് പിടിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം കാണിച്ചതേ ഉള്ളൂ. ക്രോസ് പീസ് കൂട്ടിയടിക്കാൻ നിങ്ങൾക്കറിയാം അല്ലേ? അതുകൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തുകയാണേ. ബാക്കി ഇനി ചുരിദാറിൻ്റെ സ്ലിറ്റെല്ലാം തയ്ച്ച് ഫിനിഷ് ചെയ്തു, അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ജസ്റ്റ്. അപ്പം ഇനി കട്ടിങ് വീഡിയോയിൽ ഒരു അപാകത വന്നത്, ആദ്യ ഭാഗം കിട്ടിയില്ല. അതുകൊണ്ടാണ് എനിക്ക് കട്ടിങ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ക്ഷമിക്കണം കേട്ടോ. ബാക്കി ഭാഗം വേണേൽ ഇട്ട് കാണിക്കുകയും പറഞ്ഞു തരികയും ചെയ്യാം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ. അല്ലെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾക്ക് നോക്കിക്കേ, നിങ്ങളെ എൻ്റെ ചുരിദാറിൻ്റെ കോളർ നോക്കിക്കേ, ഇതെങ്ങനെയുണ്ട് കണ്ടോ? 36 ബസ്റ്റ് സൈസ് ഉള്ള ഒരു ചുരിദാറായത്. 36 ബസ്റ്റ് സൈസ്, ഷെയ്പ്പ് 30, ഹിപ്പ് 38 അളവുള്ള ചുരിദാറാണിത്. കുർത്തിയാണ് എടുത്തേക്കുന്നത് കണ്ടോ. സ്ലീവ്ലെസ്സാണ്. ഇഷ്ടമുണ്ടോ എന്ന് നോക്കണേ, കറക്റ്റ് കമൻറ്റ് പറയണേ. ആർക്കെങ്കിലും കട്ടിങ് വീഡിയോയിൽ ഇച്ചിരി കുറവുണ്ട്, അത് ഞാൻ പറഞ്ഞു തന്ന് വേണമെങ്കിൽ ഇട്ട് തരാം. ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇട്ട് തരത്തുള്ളൂ. എനിക്കത് ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒരു വീഡിയോ കാണാതെ പോയതുകൊണ്ട് നല്ല വിഷമത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടേക്കാതെ വിചാരിച്ചു. കാരണം ഇത് തയ്ക്കാനും നമ്മൾ പഠിക്കണമല്ലോ. കോളർ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിക്കേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് തരിക. നിങ്ങൾ ട്രൈ ചെയ്യണം, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല കോളർ കുർത്തി, ചൈനീസ് കോളർ മക്കൾക്കൊക്കെ തയ്ച്ചു കൊടുക്കുക. നിങ്ങൾക്കും തയ്ച്ചിടാം. താങ്ക് യു.